ഈ നിലപാട് ശരിയല്ല ശ്രീജിത്ത് ഭായ്. ഞാൻ ശ്രീജിത്ത് ഭായ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ വിമർശിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ അവരുടെ തൊടുപുഴയിലെ പ്രകോപനപരമായ മുദ്രാവാക്യത്തിലും വളരെ സ്നേഹത്തോടെയും ആദരവോടെയും അവരെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. സമാനമായി ശ്രീജിത്ത് പണിക്കരെയും ഈ വിഷയത്തിൽ. കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരള ജനതയും അതുപോലാണ്. വിശിഷ്യ എന്താ പറയണേ, കേരളത്തിലെ ഒരു വലിയ ബൗദ്ധിക സമൂഹം വളരെ ഹൈ ആയി കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പോസ്റ്റിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ പാണക്കാട് സാദിഖ് അലി തങ്ങളും അടക്കം നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ എണീറ്റ് നിൽക്കുന്നതിൻ്റെ മേലിൽ ആ വന്ദേമാതരത്തിൻ്റെ വരികൾ കൂടി എഴുതി ഇംപ്ലൈ ചെയ്തു. ശ്രീജിത്ത് ഭായ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ സർക്കാസം നമുക്കെല്ലാം അറിയാം. അതായത് വന്ദേമാതരം പാടുമ്പോൾ അവർക്ക് എണീച്ച് നിൽക്കേണ്ടി വന്നു എന്നും ഈ തുമി ദുർഗ അടക്കമുള്ള കാര്യങ്ങൾ ആ പാട്ട് അവരെ കൊണ്ട് എണീച്ച് നിർത്തിപ്പിച്ചു എന്ന് ആണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ. അപ്പോൾ അതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അതിലെ വിഷയം എന്ന് പറഞ്ഞാൽ അത് വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. അത് ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള ആൾക്കാർക്കാണ് ഒരുപക്ഷെ നമ്മുടെ ഈ വലതുപക്ഷ സുഹൃത്തുക്കളെ കുറെ കൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റുക. നമ്മുടെ വന്ദേമാതരത്തിന് പ്രൗഢഗംഭീരമായൊരു ചരിത്രമുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്കടക്കം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു സോങ് ആണ് വന്ദേമാതരം. എന്നാൽ ആ വന്ദേമാതരത്തിൽ തുമി ദുർഗ അടക്കമുള്ള ഗോഡ് റെഫറൻസസ് വരുമ്പോൾ ഏകദൈവ വിശ്വാസമുള്ള നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് അവരുടേതായ വിഷമങ്ങൾ അതിലുണ്ടാകും. അങ്ങനെയാണ് മഹാനായ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചയും തർക്കവും നടന്ന മഹാനായ ടാഗോറാണ് യഥാർത്ഥത്തിൽ ആ 2 പാരാഗ്രാഫ് മതി എന്ന തീരുമാനം എടുക്കുന്നത്, അങ്ങനെ ഒരു സജഷൻ കൊടുക്കുന്നത്. അതിനെ മഹാത്മാഗാന്ധി അടക്കം പിന്നീട് എൻഡോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സങ്കീർണമായ ചരിത്രത്തെ സമ്പൂർണ്ണമായും സർവ്വതല സ്പർശിയായും പരിശോധിക്കുമ്പോൾ വന്ദേമാതരത്വത്തിൻ്റെ മഹത്വവും അതിൻ്റെ സമവായത്തിൻ്റെ മഹത്വവും നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അതിനോട് ആശയപരമായ ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ 2 സ്റ്റാൻസിയാകുമ്പോൾ എല്ലാവർക്കും കൂടെ യോജിക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ സമവായം ഉണ്ടാക്കുന്നത്, കൺസെൻസസ് ഉണ്ടാക്കുന്നത്. രഘുപതി രാഘവ രാജാറാം എന്ന മനോഹരമായ ശ്രീരാമഭക്തി ഗാനം നമ്മുടെ മതസൗഹാർദ്ദം ഉയർത്താൻ വേണ്ടിയാണ് രാഷ്ട്രപിതാവ് അതിൽ ഈശ്വരല്ലാ തേരോ നാം സബുക്കോ സന്മതി ദേ ഭഗവാൻ എന്ന വരികൾ എഴുതി ചേർക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത്, പ്രത്യേകിച്ച് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യവും ഏറ്റവും അധികം മുസ്ലിം സഹോദരങ്ങളുള്ള രാജ്യവും ഇന്ത്യയാണ്. അന്ന് ഇന്തോനേഷ്യ അല്ല, അന്ന് നമ്മളോടൊപ്പം പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ചരിത്രം. പ്രത്യേകിച്ച് ഇത് ചില റെക്കോർഡുകൾ പറയുന്നത് ഇത് ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ അടക്കം വേദിയിൽ ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വലിയ രീതിയിൽ പാടുന്ന രവീന്ദ്രനാഥ് ടാഗോർ ആണെന്നൊക്കെയാണ്. അപ്പം ഗാന്ധിജി പലപ്പോഴും, ഗാന്ധിജിക്ക് വളരെ ഇഷ്ടമാണ്, ഗാന്ധിജി എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ റെഫറൻസുകളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്ന ഒരു അവസരത്തിൽ പോലും വന്ദേമാതരത്തെ ഏറ്റവും സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അത് നാഷണലിസ്റ്റിൻ്റെ പ്യുവർ സ്പിരിറ്റ് ആണ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിന് നമുക്ക് ഇൻക്ലൂസീവ് ആകണം, അല്ലെങ്കിൽ ബഹുസ്വരതയുടെ പാതയിൽ സമന്വയിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ തനത് മൂല്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇന്ത്യ ടുഡേയിൽ വളരെ മനോഹരമായൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വന്ദേമാതരം നവംബർ 7, 1875 കാലഘട്ടങ്ങളിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, അന്നത്തെ ബംഗാൾ സാഹിത്യ സാമ്രാട്ടായിരുന്ന, ആദ്യം അദ്ദേഹം അത് രചിക്കുന്നത്. ആദ്യം അതിൽ 2 പാരാഗ്രാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ 1883 എൻ്റെ ഓർമ്മ. അത് വീണ്ടും ഞാൻ ഡീറ്റെയിൽസ് എടുക്കാം. അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളൊരു വലിയ പോരാട്ടവും മറ്റുമാണ്. എന്നിട്ട് 1880ക്കും 1882നും ഇടയ്ക്ക് ചാറ്റർജിയുടെ 1882 ആനന്ദമഠം എന്ന നോവല് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം 4 സ്റ്റാൻസ് കൂടി എഴുതി ചേർക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു, സൂചിപ്പിക്കുന്നുണ്ട്. ബംഗദർശനിൽ 1875, അതായത് ആനന്ദമഠത്തിൽ വരുന്നതിന് മുമ്പും ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇത് എഴുതിയിട്ടുണ്ട്. അന്ന് ഈ 2 സ്റ്റാൻസയാണുള്ളത്. ആ 2 സ്റ്റാൻസയും 6 സ്റ്റാൻസയും എന്നുള്ളതല്ല. അതിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി സമവായങ്ങൾ ഉണ്ടാക്കേണ്ടി വരും, കൺസെൻസസ് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയാണ് കാവി പതാക മതിയെന്ന് നെഹ്റുജിയും സർദാർ പട്ടേലും മൗലാന ആസാദും ഒക്കെ തീരുമാനിക്കുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നത് പറ്റില്ല, നമ്മുടെ നാട് ബഹുസ്വരമാണ്, നമ്മുടെ നാടിന് ത്രിവർണ്ണ പതാക വേണമെന്ന് പറയുന്നു. 1896 രവീന്ദ്രനാഥ ടാഗോർ ആനുവൽ കോൺഗ്രസ് സെഷന് ഇത് പാടുന്നുണ്ട്. അത് വളരെയധികം എന്താ പറയുക, നമ്മുടെ ഫീലിങ്ങിനെ ഇൻവോക്ക് ചെയ്യുന്നതാണ്. 1910 അരബിന്ദോ പറയുന്നുണ്ട്, ഇറ്റ്സ് എ മന്ത്ര ഓഫ് ന്യൂ റിലീജിയൻ ഓഫ് പാട്രിയോട്ടിസം, രാജ്യസ്നേഹത്തിൻ്റെ പുതിയ മന്ത്രമാണ്, അതൊരു പുതിയ പാത തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ വരുന്ന ആ വന്ദേമാതരത്തിന് പിന്നീട് തർക്കങ്ങൾ ഉണ്ടാകുകയാണ്. പല രീതിയിലുള്ള
തർക്കങ്ങൾ, പ്രത്യേകിച്ച് വന്ദേമാതരവും അല്ലാഹു അക്ബറും ഒക്കെ ഇരു സൈഡിൽ നിന്നും, അതായത് തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും, വന്ദേമാതരവും മഹത്വമാണ്, അല്ലാഹു അക്ബറും മഹത്വമാണ്, പക്ഷേ രണ്ടിനെയും ദുരുപയോഗം ചെയ്യുകയും അതിലൂടെ വർഗീയ വിഭജന സ്വഭാവമുള്ള കാര്യങ്ങൾ, നറേറ്റീവുകൾ വരികയും ചെയ്തു. വന്ദേമാതരം തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റ് അല്ലാഹു അക്ബറും വിളിച്ച് പരസ്പരം പോരാടുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെയാണ് അല്ലാഹു അക്ബർ മഹത്തരമാണ്, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. അതേപോലെ വന്ദേമാതരം മഹത്തരമാണ്, നമ്മുടെ മാതൃഭൂമിക്ക് വന്ദനമാണ്. പക്ഷേ ചരിത്രപരമായി ഇതിനെ മിസ്യൂസുകൾ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സെഷനിൽ ഇത് ആദ്യമായിട്ട് പാടുമ്പോൾ അവിടുത്തെ ഒരു മുസ്ലിം ആണ് അതിനെ ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആണ് പിന്നീട് ഒരു കൺസെൻസസ് എങ്ങനെ ഇതിലേക്ക് വരണമെന്ന് പറഞ്ഞു. 1938 തോന്നുന്നു കൺസെൻസസ് ഉണ്ടാകുന്നത്. സുഭാഷ് ചന്ദ്രബോസിന് ഇതിൻ്റെ ഫുൾ സോങ് വേണമെന്നായിരുന്നു ആഗ്രഹം. നെഹ്റുജി, അന്നത്തെ സെൻട്രൽ ലെഫ്റ്റ്, ഇന്നത്തെ വി.ഡി. സതീശനൊക്കെ പോലെയുള്ള സെൻട്രൽ ലെഫ്റ്റ്, നെഹ്റുവിയൻ ലെഫ്റ്റുള്ള അദ്ദേഹം അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു സമവായം തുടങ്ങിയ ചിന്ത വന്നു. അങ്ങനെയാണ് ഗുരുദേവായ ടാഗോറിനെ ചെന്ന് കാണുന്നത്. അപ്പം ടാഗോർ അഡ്വൈസ് ചെയ്യുന്ന എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് 2 സ്റ്റാൻസ നമുക്കതിലേക്ക് എടുക്കാം. അപ്പോൾ ഒക്ടോബർ 26 മുതൽ നവംബർ 1 ഈ ചർച്ചകൾ നടക്കുന്നത്. ഗാന്ധിജി, പണ്ഡിറ്റ് നെഹ്റു, സർദാർ പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, നേതാജി, മൗലാന ആസാദ് അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരെത്തുന്നൊരു കൺസെൻസസ് ആണ്. അപ്പോൾ നമ്മൾ ആരെ കൊണ്ടെങ്കിലും ഇത് നിർബന്ധിച്ച് പാടിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. 2, നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ഒരു ദ്വയാർത്ഥ പ്രയോഗം മൂലം അത് നെഗറ്റീവ് ആക്കുന്നതിലും അർത്ഥമില്ല. യഥാർത്ഥത്തിൽ വീണ്ടും നമ്മളെയെല്ലാം, നമ്മുടെ തലമുറയിലെ ഒരുപാട് പേരെ വന്ദേമാതരം പാടിക്കുന്നത് അല്ലാ റഖാർ റഹ്മാൻ എന്ന AR റഹ്മാനാണ്. ജീവിതത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയ പാതയാണ് ഇസ്ലാമും. അപ്പോൾ ഇൻക്ലൂസിവിറ്റി, പ്ലൂറലിസം, ഈ ആശയങ്ങളിലാണ് അത് നിൽക്കുന്നത്. ശ്രീജിത്ത് ഭായിയെ പോലൊരു വ്യക്തി അതിൻ്റെ ചരിത്രവും മറ്റും പറയുകയും അതിന് എന്തുകൊണ്ടാണത് വന്നത്, മോദിജി യഥാർത്ഥത്തിൽ പറയുന്നത് അത് നെഹ്റു കട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെയല്ല, നെഹ്റുജി അല്ല അത് ചെയ്യുന്നത്, നമുക്കെല്ലാം അറിയാം. അതിൻ്റെ റീസൺ വന്ദേമാതരത്തെ ഒരു ഡിവിസീവായ അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന, വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പാറ്റേണിലേക്ക് കൊണ്ടുപോകുന്നത് വന്ദേമാതരത്തിനും കേടാണ്, നമ്മുടെ നാടിനും കേടാണ്. അപ്പോൾ ഒരു ഇൻക്ലൂസീവായി ആ വന്ദേമാതരം ഉണ്ടാകട്ടെ. ഇപ്പം ഞാനടക്കം നമുക്കിപ്പം ദുർഗാ സ്തുതിയും ഭൂമി സ്തുതിയും തുമി ധർമ്മ തുടങ്ങിയ പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ പ്രശ്നമില്ല. നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ആൾക്കാർ തീരുമാനിച്ച പോലെ 2 സ്റ്റാൻസ മതി. അവരെ കൊണ്ട് പരമാവധി എണീപ്പിച്ചിരുത്താനല്ലേ പറ്റൂ, അവരെ കൊണ്ട് പാടിക്കാനൊന്നും പറ്റില്ലല്ലോ. നിർബന്ധിച്ച് നമുക്ക് വായിൽ കോലിട്ട് പാടിക്കാനൊന്നും പറ്റില്ലല്ലോ. പകരം സന്തോഷത്തിൻ്റെ ഭാഗത്തിൽ അവർക്കും പാടാൻ കഴിയുന്നതാണ് നമ്മുടെ AR റഹ്മാൻ അടക്കം പറയുന്ന വന്ദേമാതരം. അതിൻ്റെ കാര്യം, നമ്മൾ പരസ്പരം സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹം തിരിച്ചു കിട്ടുന്നത്, ബഹുമാനം കൊടുക്കുമ്പോഴാണ് ബഹുമാനം തിരിച്ചു കിട്ടുന്നത്, യോജിപ്പ് കൊടുക്കുമ്പോഴാണ് തിരിച്ച് യോജിപ്പ് കിട്ടുന്നത്, വിട്ടുവീഴ്ച നമ്മൾ ചെയ്യുമ്പോഴാണ് മറ്റൊരു വിഭാഗവും നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുന്നത്. ആ രീതിയിൽ വളരെ പോസിറ്റീവായൊരു നറേറ്റീവ് വന്ദേമാതരത്തിന് ചുറ്റും ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. പല ആൾക്കാരും ഇന്നലെ രാഹുൽ ഗാന്ധി ഞെട്ടി, സതീശനെ നോക്കി. വന്ദേമാതരം അങ്ങനെ ഡിവിസീവായി പോകരുത്. കാര്യം അങ്ങനെ പോവുകയാണെങ്കിൽ ഇൻക്ലൂസീവായി എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രതലത്തിലേക്ക് ആ വന്ദേമാതരം വരണം. അതാണ് നമ്മുടെ അഭിമാനം. ആ അഭിമാനമായ വന്ദേമാതരത്തെ അങ്ങനെ നിലനിർത്താൻ കഴിയട്ടെ. ശ്രീജിത്ത് പണിക്കർ അടക്കം ഈ ഒരു ആംഗിളും കൂടെ ചിന്തിക്കണം എന്ന് സബ്മിറ്റ് ചെയ്യുന്നു. കാര്യം ഒരുപാട് പേർ ചരിത്രപരമായി വന്ദേമാതരത്തിൻ്റെ ആ സിഗ്നിഫിക്കൻസ് കാണുകയും എന്നാൽ ചരിത്രത്തിൽ നമ്മളെത്തിയ സമവായം കാണാതിരിക്കുകയും ചെയ്യും. ചില മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർക്കും പറ്റാറുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ കാണേണ്ട കാര്യം, മുസ്ലിം സഹോദരങ്ങൾ കൺകംഫർട്ടബിൾ ആകണ്ടെന്ന് കരുതി രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിയും അടക്കം അവർക്ക് വേണ്ടി ഹിന്ദു റെഫറൻസുകൾ അല്ലെങ്കിൽ ഈ ദേവീ ദേവതാ റെഫറൻസുകൾ മാറ്റുക. അപ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ അത്തരത്തിലുള്ള റെഫറൻസ് കട്ടിയാന്ന് കരുതുന്ന ഹിന്ദുക്കളുടെ നന്മയും ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആംഗിൾ. ശ്രീജിത്ത് പണിക്കർ ആ നിലപാടിൽ ഒരു പുനർചിന്തനം നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.